Hello. Chapter 11, Filling and Lifting. How much can you drink? Drink 6 glasses of juice and get your money back. ഇവിടെ ഒരാള് ഷുഗർ കെയിൻ ജ്യൂസ് വെക്കുകയാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക് 6 glasses of juice and get your money back. ആർക്കെങ്കിലും 6 glasses of ജ്യൂസ് കുടിക്കാൻ പറ്റിയാൽ അവർക്ക് അവരുടെ പൈസ തിരിച്ചു കിട്ടും. Chindu reads the poster and tells Shambhu, I can drink 6 of these smaller glasses. ഇവിടെ ചെറിയ ഗ്ലാസസും ഉണ്ട് വലിയ ഗ്ലാസസും ഉണ്ട്. അപ്പൊ ചിണ്ടു പറഞ്ഞു എനിക്ക് 6 ഗ്ലാസ് കുടിക്കാൻ പറ്റും, പക്ഷെ ചെറിയ ഗ്ലാസ്സിലാണെന്ന് മാത്രം. ഷോപ്പ് കീപ്പർ എന്താ പറയുന്നത്? You need to drink 6 of these bigger glasses of juice to get your money back. ഇല്ല, ചെറിയ ഗ്ലാസ്സിൽ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടില്ല. ഈ വലിയ 6 ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മാത്രമേ പൈസ തിരിച്ചു കിട്ടുള്ളൂ. No, I cannot drink 6 glasses. Why do you think Chindu does not take the challenge? എന്തുകൊണ്ടാണ് ചലഞ്ച് ഏറ്റെടുക്കാതിരുന്നത്? ബിക്കോസ് ചിണ്ടു പറഞ്ഞതുപോലെ വലിയ ഗ്ലാസ്സിൽ 6 ഗ്ലാസ് കുടിക്കാൻ ചിണ്ടുവിന് പറ്റൂല. നമുക്ക് ആവശ്യത്തിൽ അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും അല്ലേ? അപ്പോ ഈ സിറ്റുവേഷനിൽ ചിണ്ടുവിന് അത് കുടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ചിണ്ടു ഇങ്ങനെ ഒരു ചലഞ്ച് എടുക്കാഞ്ഞത്. ഡു യു തിങ്ക് യു ക്യാൻ ടേക്ക് ദ ചലഞ്ച്? നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലുള്ള വലിയൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് മാക്സിമം കുടിക്കാൻ പറ്റും? ഓവറായിട്ട് കുടിക്കരുത്, ജസ്റ്റ് ഇനഫ്, പറ്റുന്നത്രയും മാത്രം കുടിച്ചു നോക്കുക. Whose glass holds more? Nita and Monu visit Ritu's house. Ritu's mother gives them milk in different glasses. Who do you think gets the most milk? ഇവിടെ 3 പേർക്കും 3 സൈസ് ഓഫ് ഗ്ലാസ് ആണുള്ളത് അല്ലെ? ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏറ്റവും വലിയ ഗ്ലാസ് ആരതാണ്? ഇതാണ് ഏറ്റവും വലിയ ഗ്ലാസ്. ഇതാണ് ഏറ്റവും ചെറിയ ഗ്ലാസ്. ഇത് അതിന്റെ ഇടയിലുള്ള ഒരു സൈസ് ആണ്. I drink so much milk. I drink more milk than you. I drink milk in a big glass. അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആരുടെ ഗ്ലാസ്സിലാണുള്ളത്? വലിയ ഗ്ലാസ്സിൽ നിറയെ മിൽക്ക് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിലാണുള്ളത്. Ritu's elder sister finds out who drinks the most milk like this. She pours the content of the glasses in 3 same sized glasses. ഇവിടെ 3 വേറെ വേറെ സൈസ് ഉള്ള ഗ്ലാസ് ആണ് അല്ലേ? അപ്പോ ഇതില് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവര് 3 സെയിം സൈസ്ഡ് ഗ്ലാസ്, ഒരേ സൈസുള്ള 3 ഗ്ലാസ് എടുത്തു. എന്നിട്ട് ഋതുയുടെ ഗ്ലാസ്സിലുള്ളത് ഇതിലൊഴിച്ചു, മോനുയുടെ ഗ്ലാസ്സിൽ ഇതിലൊഴിച്ചു, നിതയുടെ ഗ്ലാസ്സിലുള്ളത് ഇതിലൊഴിച്ചു. ഇപ്പൊ നോക്കിക്കേ, 3ഉം ഒരേ സൈസ് ആണ്. ആദ്യത്തെ ഗ്ലാസ്സിൽ ഇത്രയുണ്ട്, രണ്ടാമത്തെ ഗ്ലാസ്സിൽ അതിലും കുറവാണ്, മൂന്നാമത്തെ ക്ലാസ്സിൽ വളരെ കുറവാണ്. Let us discuss. Who drank the most milk? ആരാണ്? Ritu. Who drank the least milk? It is Nita. Fill in the blanks with more or less. ഇവിടെയുള്ള ഗ്യാപ്പുകളിൽ ലെസ് ആണോ മോർ ആണോ എന്ന് എഴുതണം. നമുക്ക് ആദ്യം തന്നെ ഒരു റെഫറൻസിന് വേണ്ടി അവരുടെ ഗ്ലാസസും ഇവിടെ കൊടുക്കാം. ഇനി Nita's glass holds dash milk than Monu's glass. നിതയുടെ ഗ്ലാസ് ചെറുതാണ്, മോനുയുടെ ഗ്ലാസ് വലുതാണ്. അപ്പൊ നിതാസ് ഗ്ലാസ് ഹോൾഡ് ലെസ് മിൽക്ക് ദാൻ മോനൂസ് ഗ്ലാസ്. ഇനി മോനൂസ് ഗ്ലാസ് ഹോൾഡ്സ് ഡാഷ് മിൽക്ക് ദാൻ നിതാസ്. നമ്മൾ പറഞ്ഞു മോനുവിന്റെ ഗ്ലാസ് ആണ് വലുത്. സോ മോനൂസ് ഗ്ലാസ് ഹോൾഡ്സ് മോർ മിൽക്ക് ദാൻ നിതാസ് ഗ്ലാസ്. ഇനി ഋതുസ് ഗ്ലാസ് ഹോൾഡ്സ് ഡാഷ് മിൽക്ക് ദാൻ നിതാസ്. ഋതുടേതാണ് ഏറ്റവും വലുത്, ഇത് ചെറുതാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മോർ. ഋതുയുടെ ഗ്ലാസ്സിൽ മോർ മിൽക്ക് ദാൻ നിതാസ് ഗ്ലാസ് ആണ്. Take the right name. Nita, Monu and Ritu's glass hold the most milk. Most milk ആരുടെ അടുത്തായിരുന്നു? ഋതു അല്ലേ? അപ്പൊ നമുക്ക് ഋതുയുടെ പേരിന്റെ അടുത്ത് ടിക്ക് ചെയ്യാം. ഇനി നിത, മോനു, ഋതുസ് ഗ്ലാസ് ഹോൾഡ് ദ ലീസ്റ്റ്. ആർക്കായിരുന്നു ഏറ്റവും ലീസ്റ്റ്? നിതയ്ക്കാണ്. സോ നിതയുടെ പേരിൽ ടിക്ക് ചെയ്യാം. Let us do. Get 3 vessels like a small bowl, a glass and bottle of different sizes from your home.
Guess how many small bowls will fill the glass. How many glasses will fill the bottle? First guess and then pour water from one vessel into another to check if your guess is correct. Okay. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതുപോലെ 3 ഡിഫറെന്റ് സൈസിലുള്ള വെസൽസ് എടുക്കണം. എന്നിട്ട് ഫസ്റ്റ് തന്നെ വെസൽ, ആദ്യത്തെ വെസൽ ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ബൗളിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പൊ ഗ്ലാസിന്റെ ഇത്ര പോർഷൻ ഫില്ലായി. ഇനിയും ഒരു ബൗളിൽ എടുത്തു, വീണ്ടും ഫില്ല് ചെയ്തു, ഇത്ര പോർഷൻ നിറഞ്ഞു, വീണ്ടും ഒഴിച്ചു. അങ്ങനെ എത്ര ബൗൾ വെള്ളം ഒഴിച്ചാലാണ് ഈ ഗ്ലാസ് ഫില്ല് ചെയ്യുക? അപ്പൊ അങ്ങനെയാണ്, ഗ്ലാസിനെ പറ്റിയാണ് പറയുന്നത്. മൈ ഗസ് ഫോർ നമ്പർ ഓഫ് സ്മാൾ ബൗൾ. അപ്പൊ ഞാൻ ഒരു ഗസ് ചെയ്തു 3 ആണെന്ന്. എന്നിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 3 തന്നെ കിട്ടിയാൽ 3 എഴുതാം. അതിനേക്കാളും കുറവോ കൂടുതലോ ആണെങ്കിൽ ആ നമ്പർ എഴുതാം. ഇനി നെക്സ്റ്റ് ബോട്ടിൽ. ഇനി ബോട്ടിലേക്ക് എത്ര ബൗൾ വെള്ളം ഒഴിച്ചാലാണ് ബോട്ടിൽ നിറയുന്നത്? മേ ബി മൈ ഗസ് ഇസ് 5. പക്ഷെ കറക്റ്റ് ആൻസർ ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. Fill in the blanks with the most or the least. അപ്പൊ ഇവിടെ ഗ്ലാസിനെയും ബോട്ടിലിനെയും ആണ് പറയുന്നത്. ഈ രണ്ടിലും ഗ്ലാസ് ഹോൾ ദ ലീസ്റ്റ്, അതിലാണ് കുറവ് വെള്ളം. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. In the bottle hole the most. Name the vessels that are used in your home that can store more water than your bottle. Name the vessels that are used in your home that can store more water than your bottle. നിങ്ങളുടെ വാട്ടർ ബോട്ടിലിനേക്കാളും കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വെസൽ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ബോട്ടിലിനേക്കാളും കൂടുതൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റിയ വെസൽസ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഇവിടെ എഴുതുക. നമുക്ക് ഒന്ന് വേണമെങ്കിൽ എഴുതാം, ജഗ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എക്സാമ്പിൾ എടുത്തിട്ട് വേണം ഇവിടെ എഴുതാൻ. ലെറ്റ് us do. ഇവിടെ ചിത്രത്തില് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കണം. ആദ്യം തന്നെ ഒരു കരണ്ടി എന്നൊക്കെ മലയാളത്തിൽ പറയും പോലെ ലാഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതൊരു ബൗൾ ഉണ്ട്. ആ ബൗളിന്റെ കയ്യില് 2 സ്പൂൺ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 2 ലാഡില് കറിയോ വാട്ടറോ എടുത്തു കഴിഞ്ഞാൽ ഈ ബൗള് നിറയും. അടുത്തത് ഒരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസിന്റെ കയ്യിലുള്ളത് 2 ബൗൾസ് ആണ്. അപ്പൊ ഗ്ലാസ് നിറയണമെങ്കിൽ 2 ബൗൾ വാട്ടറോ കറിയോ ഒക്കെ വേണം. ഓക്കെ. നെക്സ്റ്റ് ഒരു ജഗ് ആണ്. ജഗിന്റെ കയ്യില് നോക്കിയേ, 2 ഗ്ലാസസ് ഹിയർ ആൻഡ് 2 ഗ്ലാസസ് ഹിയർ, ടോട്ടൽ 4 ഗ്ലാസസ് ഉണ്ട്. ഇനി ഈ ക്വസ്റ്റിന്റെ ഒക്കെ ആൻസർ നോക്കാം. ഹൗ മെനി ലാഡിൽസ് ഫിൽ ദ ബൗൾ? ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1, 2. How many glasses can be filled by the jug? ഒരു ജഗ്ഗിൽ 4 ഗ്ലാസ് വാട്ടർ ആണ്. അപ്പൊ ജഗ്ഗിലുള്ള വെള്ളം ഫുൾ ആയിട്ട് 4 ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റും. So 4. What will you use to fill half of the glass? ഗ്ലാസ്സിൽ ഫുൾ ആയിട്ട് വേണ്ട, ഹാഫ് ഫില്ല് ചെയ്യണം. നോക്കിയേ, ഒരു ഗ്ലാസ് ഫില്ല് ചെയ്യാൻ 2 ബൗൾ വേണം. അപ്പൊ ഹാഫ് ഗ്ലാസ് ഫില്ല് ചെയ്യാനോ ഒരേ ഒരു ബൗൾ മതി. ഒരു ബൗൾ വെള്ളം ഒഴിച്ചാൽ ഗ്ലാസിന്റെ കറക്റ്റ് ഹാഫ് ആണ് ഫിൽ ആവുന്നത്. സോ ബൗൾ, അതും 1 ബൗൾ. Which of these would you use for distributing the lemonade in glasses? Why? ഗ്ലാസസിലേക്ക് ലെമണേഡ് ഒഴിക്കാൻ വേണ്ടി ഏതാണ് ഇതിൽ ഉപയോഗിക്കുക? അപ്പോ ഏറ്റവും കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഈ ജഗ്ഗിലാണ്. അപ്പൊ നമുക്കിവിടെ ജഗ്ഗിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. How many glasses can be filled with 3 jugs of lemonade? നമ്മളെ കയ്യിൽ 3 ജഗ് ഉണ്ട്. ഇത് ജഗ് ആണെന്ന് അസ്യൂം ചെയ്യാം. 3 ജഗ് ഉണ്ട്. ഒരു ജഗ്ഗില് എത്ര ഗ്ലാസസ് ആണ്? 4 ഗ്ലാസസ്. അടുത്തതിലും 4 ഗ്ലാസ്, അടുത്തതിലും 4 ഗ്ലാസ്. അപ്പൊ 3 ജഗ്ഗില് ടോട്ടൽ എത്ര ഗ്ലാസ് ഓഫ് ലെമണേഡ് ഉണ്ട്? 4 + 4 + 4 which is equal to 12 glasses. How many glasses can be filled with 3 jugs? It is 12 glasses. How many ladles are needed to fill 4 glasses? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. നമ്മുടെ കയ്യില് 4 glasses ഉണ്ട്. 1, 2, 3,
4 ഗ്ലാസ്. ഇനി ഒരു ഗ്ലാസ്സിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്ലാസ്സിൽ 2 ബൗൾസ് ഉണ്ട്. എത്ര ബൗളാണ്? 1 ബൗൾ ആൻഡ് 1 ബൗൾ, 2 ബൗൾ. ഓരോ ബൗളിലും എത്ര ലാഡിൽസ് വീതം ഉണ്ട്? 2 ലാഡിൽസ് ആണല്ലോ. അപ്പൊ ഇവിടെ 2 ലാഡിൽ ഉണ്ട്, ഇവിടെയും 2 ലാഡിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ഗ്ലാസ്സിൽ ടോട്ടൽ എത്ര ലാഡിൽസ് ആണുള്ളത്? 4 ലാഡിൽസ്. ഒരു ഗ്ലാസ്സിൽ 4 ലാഡിൽസ് ആണ് വെള്ളം കൊള്ളാൻ. അപ്പൊ ഇനി അടുത്ത ഗ്ലാസ്സിലോ 4, അടുത്ത ഗ്ലാസ്സിലോ 4, അടുത്ത ഗ്ലാസ്സിലും 4. അപ്പൊ ടോട്ടൽ എത്ര ലാഡിൽസ് ആയി? 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4. ഇത് 4 കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 16 എന്നാണ് കിട്ടുന്നത്. How many ladles are needed to fill 4 glasses? It is 16 ladles. Next, can you use a ladle, a bowl or a glass to find out how much lemonade a jug can hold? ഒരു ജഗ്ഗില് എത്ര ലെമണേഡ് കൊള്ളും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലാഡിലും ബൗളും ഗ്ലാസും ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശരി, നമുക്ക് ആദ്യം തന്നെ ഒരു ജഗ്ഗില് എത്ര ഗ്ലാസസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്? 1 glass, 2 glass, 3 glass and 4 glass. അപ്പൊ ഗ്ലാസസിന്റെ എണ്ണം 4. ഇനി ഓരോ ഗ്ലാസ്സിലും എത്ര ബൗൾ കൊള്ളും? ഇതില് ഒരു ബൗൾ, ഇതിലും ഒരു ബൗൾ. അതുപോലെ തന്നെ ഇവിടെ 2 ബൗൾ, ഇവിടെയും 2 ബൗൾ, ഇവിടെയും 2 ബൗൾ. ഇവിടെ ഓൾറെഡി നമ്മൾ നോക്കി, ഇവിടെയും 2 ബൗൾ. അപ്പൊ ടോട്ടൽ എത്ര ബൗൾസ് ഉണ്ട്? ബൗൾസ് 2 plus 2 4, 4 plus 2 6, 6 plus 2 8. ഇനി ഓരോ ബൗളിലും എത്ര ലാഡിൽസ് വീതമാണ്? ഇതില് ഒരു ലാഡില്, ഇതിലും ഒരു ലാഡില്, ഇതില് ഒരു ലാഡില്, ഇതില് ഒരു ലാഡിലും കൂടി. അപ്പോ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ മാത്രമേ ഇങ്ങനെ എഴുതി നോക്കുന്നുള്ളൂ. 1 2 3 4. ഒരു ഗ്ലാസ്സിൽ 4 ലാഡിലാണ് കൊള്ളുന്നത്. അപ്പൊ ഇനി അടുത്ത ഗ്ലാസ്സിലോ അഗെയിൻ 4 ലാഡിൽ, അടുത്ത ഗ്ലാസ്സിലോ അഗെയിൻ 4 ലാഡിൽ, അടുത്ത ഗ്ലാസ്സിലും അഗെയിൻ 4 ലാഡിൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് 16. അപ്പൊ ഒരു ജഗ്ഗില് എത്ര ലാഡിൽസ് ആണ്? 16 ലാഡിൽസ്. ഇനി ഒരു ജഗ്ഗില് എത്ര ബൗൾസ് ആണ്? 8 ബൗൾസ്. ഒരു ജഗ്ഗില് എത്ര ഗ്ലാസസ് ആണ്? 4 glasses. A measuring bottle. Nida sees the milkman pour milk using a measuring cup every day. Why do you think milkmen use measuring cup for giving milk? Discuss with your parents, grandparents and in your class. മിൽക്ക്മാൻ മെഷർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ഗ്ലാസസ് ഒന്നും ഉപയോഗിക്കാണ്ട് ഡെയിലി ഒരു സെയിം മെഷറിംഗ് കപ്പ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് അതിന് കാരണം? കൃത്യമായിട്ട് അളവെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഓരോരുത്തർക്കും ഓരോ സൈസ് ഗ്ലാസസ് കൊടുത്തു കഴിഞ്ഞപ്പോ അതിലൊരു ഫുൾ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ അളവിന് വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞില്ലേ? അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ഒരിക്കലും മാറാത്ത, എവിടെ നിന്ന് മെഷർ ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ കിട്ടുന്ന കാര്യമാണ് മീറ്റർ സ്കെയിൽ. അതുപോലെ ലിക്വിഡ്, വെള്ളമോ ഓയിലോ മിൽക്കോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെഷറിംഗ് കപ്പ്. അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. നേരത്തെ മീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ നമ്മൾ വാട്ടർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ലിറ്റർ. I have a bottle which holds 1 liter of water. കണ്ടോ, നമ്മളിപ്പോ പറഞ്ഞ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. I have a bottle which holds 1 liter of water. Let us use this 1 liter bottle to find out how much the jug, glass, bowl and ladle can hold. Nita pours the water from bottle to the jug. The jug is exactly 1 liter. എങ്ങനെയാ മനസ്സിലായത്? നിതയ്ക്ക് അറിയാം നിതയുടെ ബോട്ടില് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലാണെന്ന്. ആ വെള്ളം ജഗ്ഗിലേക്ക് ഒഴിച്ചു നോക്കിയപ്പോ ജഗ്ഗിലും കറക്റ്റ് നിറഞ്ഞിരിക്കുന്നു. സോ അതിന്റെ അർത്ഥം എന്താണ്? ജഗ്ഗിന്റെ കപ്പാസിറ്റിയും 1 ലിറ്റർ ആണ്. സോ ദ ജഗ് ഇസ് എക്സാക്ട്ലി 1 ലിറ്റർ.
Take the appropriate word in the sentences given below. The glass holds more than or less than 1 liter. നമ്മൾ കണ്ടു ജഗ്. ജഗ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അപ്പൊ ജഗ്ഗിൽ കൂടുതൽ വാട്ടർ കൊള്ളുമല്ലോ. ഗ്ലാസ്സില് ജഗ്ഗിനേക്കാളും കുറവ് വെള്ളമേ കൊള്ളുള്ളൂ. അപ്പൊ ജഗ്ഗില് 1 ലിറ്റർ വെള്ളമാണെങ്കിൽ ഗ്ലാസ്സില് 1 ലിറ്ററിനേക്കാളും കുറവല്ലേ കൊള്ളുള്ളൂ. സോ ദ ഗ്ലാസ് ഹോൾഡ് ലെസ് ദാൻ 1 ലിറ്റർ. The bowl holds more than or less than? Of course, ഗ്ലാസിനേക്കാളും ചെറുതാണ് ബൗൾ. അപ്പൊ ബൗളിലും 1 ലിറ്ററിനേക്കാളും കുറച്ച് വെള്ളമേ കൊള്ളുള്ളൂ. So the bowl holds less than 1 liter. The jug holds, ജഗ്ഗിൽ എത്രയായിരുന്നു? Exactly same, 1 liter water ആണ്. So jug holds exactly 1 liter. Find the vessels at home that are exactly 1 liter. യൂസ് യുവർ 1 ലിറ്റർ ബോട്ടിൽ ടു ചെക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള കുറെ വെസൽസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 1 ലിറ്റർ ബോട്ടിൽ എടുത്തിട്ട് അതിൽ വെള്ളം പോർ ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് 1 ലിറ്റർ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വെസൽസ് എന്ന്. ഐഡന്റിഫൈ ദ വെസൽസ് ദാറ്റ് ആർ മോർ ദാൻ ഓർ ലെസ് ദാൻ 1 ലിറ്റർ. നിങ്ങളുടെ വീട്ടിലും പല സൈസുള്ള ഗ്ലാസസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ചോറൊക്കെ വെക്കാൻ പറ്റിയ വലിയ കുക്കറും പാത്രങ്ങളും ഉണ്ടാവുമല്ലോ. അതിലൊക്കെ മോർ ദാൻ 1 ലിറ്റർ വെള്ളവും കൊള്ളും. അപ്പൊ നിങ്ങൾ 1 ലിറ്റർ ബോട്ടിൽ ഉപയോഗിച്ച് അതിലെടുത്ത് വെള്ളം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. Let us think. Look at the picture and take the appropriate word. മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ 1 മീറ്ററിനെ ഹാഫ് മീറ്റർ ആൻഡ് ക്വാർട്ടർ മീറ്റർ എന്ന് പഠിച്ചു. 1 മീറ്ററിനെ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ഭാഗവും ഈ 4ആയിട്ട് കട്ട് ചെയ്യുന്ന ഓരോ കുഞ്ഞു ഭാഗവും ക്വാർട്ടർ ആണ്. എന്ത് വസ്തുവായാലും അതിനെ 4 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് ക്വാർട്ടർ. ആൻഡ് അതേ വസ്തുവിനെ 2 ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഭാഗത്തിന് എന്താ പറയാ? അതാണ് ഹാഫ്. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പോർഷൻ ആണ് ഹാഫ്. അതുപോലെ തന്നെയാണ് വെള്ളം. നമ്മൾ ഒരു ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ചു, അതിന്റെ പകുതി ഇത്രയാണ് ഹാഫ് ലിറ്റർ വാട്ടർ. ഇനി ഇതിന്റെ അഗെയിൻ ഈ ഹാഫ് ഇതിനെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താലോ, ഈ ഹാഫിന്റെ പകുതി അഗെയിൻ ഇത്രയും വെള്ളമേ ഉള്ളെങ്കിൽ ദിസ് ഇസ് കോൾഡ് ക്വാർട്ടർ. അപ്പോ ഒരു ക്വാർട്ടറിന്റെ കുഞ്ഞു കപ്പ് ഉണ്ടെങ്കിൽ 4 ക്വാർട്ടർ വാട്ടർ ഒഴിച്ചാൽ മാത്രമേ 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ ഫിൽ ആവുള്ളൂ. എന്നാൽ ഹാഫ് ലിറ്ററിന്റെ മഗോ എന്തെങ്കിലും പാത്രമാണെങ്കിൽ 2 പാത്രം ഒഴിക്കുമ്പോഴേക്ക് തന്നെ ഈ ബോട്ടിൽ ഫിൽ ആവും. അപ്പോ a mug holds a liter or half liter of the water. ഇവിടെ വാട്ടർ ബോട്ടിൽ ഉണ്ട്. നമുക്കറിയാം വാട്ടർ ബോട്ടിലിൽ 1 ലിറ്റർ വാട്ടർ ഉണ്ടെന്ന്. ഇവിടെ 2 കപ്പാണ് വെച്ചിരിക്കുന്നത്. 1 കപ്പ് ഒഴിച്ചപ്പോഴേക്ക് എത്ര വെള്ളം ഫില്ലായി? ബോട്ടിലിന്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് ആണ് നിറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു മഗ്ഗിലുള്ള വാട്ടർ ഈസ് ഈക്വൽ ടു ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ. ഇനി ഗ്ലാസ് ഹോൾഡ് എ ലിറ്റർ, ഹാഫ് ലിറ്റർ ഓർ ക്വാർട്ടർ. നമ്മൾ പറഞ്ഞു 1, 2, 3, 4 ഗ്ലാസസ് ഉണ്ട് ഈ ബോട്ടിൽ നിറയാൻ വേണ്ടി. അപ്പൊ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നിനെ എന്താ പറയാ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ക്വാർട്ടർ ലിറ്റർ ഓഫ് വാട്ടർ. Let us explore. First, guess and check with 1 liter bottle. How much water does a bucket hold at your home? ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. മോർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലിറ്റർ. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണല്ലേ, ഒരു ബോട്ടിൽ ചെറുതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇട്ട് മോർ ദാൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കുക. How much water does a mug holds at your home? നിങ്ങളുടെ വീട്ടിലൊരു മഗ്, അത് വലിയ മഗ് ആണെങ്കിൽ മോർ ദാൻ ആയിരിക്കും, ചെറിയ മഗ് ആണെങ്കിൽ ലെസ് ദാൻ ആയിരിക്കും, സാധാരണ ഒരു മഗ് ആണെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും. ഈക്വൽ ടു എന്ന് ടിക്ക് ചെയ്യാം, പക്ഷെ ഇത് കറക്റ്റ് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ ആൻസർ വേണം ടിക്ക് ചെയ്യാൻ. How much water does a glass hold? Less than, more than or equal? Quarter of a liter. More than a liter അല്ല, ക്വാർട്ടറിനേക്കാളും ചെറുതാണോ, ക്വാർട്ടറിനെക്കാട്ടും വലുതാണോ, ക്വാർട്ടറിന്റെ ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം ക്വാർട്ടർ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു വലിയ വാട്ടർ ബോട്ടിൽ എടുക്കുക, അതിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു നോക്കുക. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കറക്റ്റ് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ
അത് ഈക്വൽ ടു 1/4 ആണ്. ഇനി 4 ഗ്ലാസ് ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ വാട്ടർ ബോട്ടിൽ നിറഞ്ഞുപോയി. അതിന്റെ അർത്ഥം എന്താണ്? ക്വാർട്ടറിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ ഗ്ലാസിന്റെ സൈസ്. ഇനി കുഞ്ഞു ഗ്ലാസ് ആണെങ്കിലോ, അതാണെങ്കിൽ 4 അല്ല, അതിനേക്കാളും കൂടുതൽ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എ ക്വാർട്ടർ. അപ്പൊ നിങ്ങൾ മെഷർ ചെയ്യുന്ന, നിങ്ങൾ ഏതാണോ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ആ ഗ്ലാസിന്റെ സൈസിനനുസരിച്ച് ഈ ആൻസർ ഡിഫറെന്റ് ആകും. Do you know? To make 1 liter single-use plastic bottle, we need about 5 liters of water. ഇവിടെ ഒരു ഫാക്ട് തന്നിരിക്കുകയാണ്. To make 1 liter single-use plastic water bottle, we need 5 liter of water. നമുക്ക് വെള്ളം കിട്ടുന്നത് മാത്രമല്ല, ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് കൂടുതലായിട്ട് വെള്ളം ഫാക്ടറിയിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി 5 liters ഓഫ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. റീയൂസബിൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽ അഗൈൻ ആൻഡ് അഗൈൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കുറെ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും. It is too heavy for me. Heavy or light? Chindu is holding 3 textbooks in one hand and a pencil box in the other hand for 30 seconds. I count 1, 2, 3 till 30 he is counting. Discuss in pairs why one hand of Chindu is lower than the other. എന്തുകൊണ്ടാണ് ഒരു കൈ ലോവർ ആയിട്ടും മറ്റേത് പൊങ്ങി നിൽക്കുന്നത്? നമ്മുടെ കയ്യിൽ ഹെവി ആയിട്ടുള്ള ഒരു വസ്തു വെക്കുമ്പോൾ അതിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ കൈ താന്നായിരിക്കും ഇരിക്കുന്നത്. Try holding the following things in both hands. Make observation in pairs. Which is heavier and which is lighter? Do you and your friends agree on which is lighter and which is heavier? അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടി ഒരുമിച്ച് നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു കയ്യിൽ ലഞ്ച് ബോക്സും മറ്റു കയ്യിൽ പെൻസിൽ ബോക്സും പിടിക്കുക. മൈ ഒബ്സർവേഷൻ, എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്ന് എഴുതുക. ലഞ്ച് ബോക്സ് ഈസ് ഹെവിയർ ദാൻ പെൻസിൽ ബോക്സ്. ഇതുപോലെ ഇതേ സമയം നിങ്ങളുടെ ഫ്രണ്ടിനോടും കൂടി എഴുതാൻ പറയാം. എന്നിട്ട് രണ്ടുപേർതും മാച്ച് ആവുന്നുണ്ടോ നോക്കാം. ഇനി അതുപോലെ ഒരു കയ്യിൽ സ്കൂൾ ബാഗ് മറ്റേ കയ്യിൽ ലഞ്ച് ബാഗ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് ഹെവിന്ന് നിങ്ങളുടെ ഒബ്സർവേഷൻ, ഫ്രണ്ടിന്റെ ഒബ്സർവേഷൻ, രണ്ടുപേർതും ഒരേ ആൻസർ ആണോ നോക്കുക. ആപ്പിൾ ആൻഡ് വാട്ടർമെലൺ, ഇവിടെ ആരായിരിക്കും ഹെവി? വാട്ടർമെലൺ ആയിരിക്കും അല്ലെ. A balloon filled with air and a basketball. Of course basketball. പക്ഷെ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. Let us do. Write the names of the objects and their weights in the table given below. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇതിൽ കുറെ ഒബ്ജക്ട്സ് ഉണ്ട്. എന്നിട്ട് how many coins or eraser balance the object? Weighing balance നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് weighing balance എന്ന് പറഞ്ഞാൽ? അതാ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഒരു സ്ഥലത്ത് ഇത് ബാലൻസ് ചെയ്യും, രണ്ട് സൈഡിലും ഓരോ പ്ലേറ്റ് വീതം ഉണ്ടാവും. ഈ ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ചിട്ട് ഇതിന്റെ എക്സാക്ട് വെയിറ്റ് ഉള്ള വേറൊരു വസ്തു ഇവിടെ വെക്കുമ്പോഴാണ് ഇത് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഇതിന് ബാലൻസ്ഡ് എന്ന് പറയുന്നത്. ഒന്ന് താന്ന് നിൽക്കുകയാണെങ്കിൽ അത് ഈക്വൽ വെയിറ്റ് അല്ല. അപ്പൊ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും സ്ട്രേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. രണ്ട് സൈഡിലും ഈക്വൽ വെയിറ്റ് ആവുമ്പോഴാണ് അത് ഈക്വൽ ആവുന്നത്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഹാങ്ങർ എടുക്കുക, എന്നിട്ട് ആ ഹാങ്ങറിൽ രണ്ട് സൈഡിൽ ഒരേ നീളത്തിൽ ത്രെഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ ഒക്കെ വെക്കാം. എന്നിട്ട് അതിന്റെ ഒരു സൈഡിൽ പെൻസിൽ വെക്കാം. അപ്പൊ ആ സൈഡിൽ താന്നു പോവല്ലോ. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റേ സൈഡിൽ ഇറേസർ വെക്കാം. അങ്ങനെ എത്ര ഇറേസർ വെക്കുമ്പോഴാണ് പെൻസിലും ഇറേസറും ഈക്വൽ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബാലൻസ് സ്ട്രെയിറ്റ് ആയി നിൽക്കുക? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 1 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. സോ ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഇനി പിങ് പോങ് ബോൾ, നിങ്ങളുടെ അടുത്തൊരു ബോൾ ഉണ്ട്. അപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ബാലൻസിന്റെ ഒരു സൈഡിൽ ബോൾ വെക്കുക, മറ്റേ സൈഡിൽ എത്ര ഇറേസർ ഉണ്ടെന്ന് നോക്കാം. മേ ബി ഒരു 4 ആയിരിക്കാം. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള വേറെയും ചില വസ്തുക്കൾ എടുത്തിട്ട് അതിന്റെ ഒക്കെ പേര് ഇവിടെ എഴുതുക. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്ര ഇറേസർ അല്ലെങ്കിൽ കോയിൻസ് ഉപയോഗിക്കാം, ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് ഈ കോളം ഫിൽ ചെയ്യുക. Let us make another weight to measure slightly heavier object. Fill a matchbox with sand and use this to weigh the following object.
Guess the weight in terms of match boxes and then verify. ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെ ഒരു ആൻസർ ആയിട്ട് തരാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഐ ഹോപ്പ് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. ഇനി ക്ലാസ്സിൽ ചെയ്യാത്ത കാര്യങ്ങൾ പേരൻസിന്റെ സഹായത്തോടെ നിങ്ങൾ വീട്ടിൽ ചെയ്യണം. ഓക്കെ, ഒരു വെയിങ് ബാലൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ മെഷർമെന്റ് ഒക്കെ എടുക്കണം. ഓക്കെ, ഒരു മാച്ച് ബോക്സ് എടുത്തിട്ട് അതില് സാൻഡ് നിറയ്ക്കുക. അപ്പൊ നല്ല ഹെവി ആയിരിക്കുമല്ലോ. അപ്പൊ ഇനി പെൻസിൽ ബോക്സ്, ഒരു ഫുൾ പെൻസിൽ ബോക്സ് എടുത്തിട്ട് വെയിങ് ബാലൻസിന്റെ ഒരു തട്ടിൽ വെക്കുക, മറ്റേ തട്ടില് ഈ ഒരു മാച്ച് ബോക്സ് വിത്ത് സാൻഡ് വെക്കുക. അങ്ങനെ എത്ര ബോക്സ് ആവശ്യമുണ്ട് ചെക്ക് ചെയ്യുക. Let us do weight hunt. Do this activity in groups. Among your group, find a bag that is heavier than yours. Find a bag that is lighter than yours. Discuss. അപ്പൊ നിങ്ങളുടെ ബാഗിനെക്കാളും ലൈറ്റർ ആയിട്ടുള്ളയും ഹെവിയർ ആയിട്ടുള്ളയും ബാഗ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ കയ്യിൽ എടുത്ത് നോക്കിയാൽ തന്നെ, രണ്ട് കയ്യിലും പിടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഹെവിന്ന്. വൈ ഈസ് യുവർ ബാഗ് ഹെവിയർ ഓർ ലൈറ്റർ? നിങ്ങളുടെ ബാഗ് എന്തുകൊണ്ടാണ് മറ്റേ ബാഗിനേക്കാളും ഹെവിയോ അല്ലെങ്കിൽ ലൈറ്റോ ആയതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. കൗണ്ട് ദ നമ്പർ ഓഫ് ബുക്സ് ടു സീ ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ബാഗ്. ചിലപ്പോൾ ബുക്കുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷെ ചെറിയ ബുക്കുകളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അവര് ബുക്കുകളല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആക്ച്വൽ റീസൺ നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ പോലെ കണ്ടുപിടിക്കണം. Can you make the two bags of about same weight by moving a book? Discuss. അപ്പോൾ ഒന്നില് 6 ബുക്കും മറ്റേതില് 4 ബുക്കും ആണെന്ന് കരുതുക. അപ്പൊ ഇവിടുന്ന് ഒരു ബുക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ എന്ത് പറ്റും? ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ 5 ആയി മാറും, ഒന്ന് ഇവിടെ ആഡ് ആയതുകൊണ്ട് ഇവിടെയും 5 ആവും. അപ്പൊ ഓൾമോസ്റ്റ് 5 ബുക്ക് ഒരു ബാഗിലും അടുത്ത 5 ബുക്ക് അടുത്ത ബാഗിലും ആവും. അപ്പോ വെയിറ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ആവുമെന്ന് ചെക്ക് ചെയ്യാം. How much is 1 kilogram? ഇപ്പൊ നമ്മള് 2 സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓൾറെഡി പറഞ്ഞു. ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മള് മീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ ലെങ്ത് മെഷർ ചെയ്യാൻ മീറ്റർ ഉപയോഗിച്ചു. ഇനി വെള്ളം അല്ലെങ്കിൽ ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി അളവ് എടുക്കാൻ വേണ്ടി നമ്മള് ലിറ്റർ ഉപയോഗിച്ചു. അപ്പൊ മൂന്നാമത്തേതാണ് ഇപ്പം വരുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് കിലോഗ്രാം. ഇത് എന്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കിലോഗ്രാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ പേരൻസ് ഫൈൻഡ് ഒബ്ജക്ട് ഇൻ യുവർ ഹോം ഓൺ വിച്ച് 1 kilogram is written. നമ്മൾ വീട്ടിലേക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചെറുപയറ്, കടല, അല്ലെങ്കിൽ നമ്മൾ അരി, പഞ്ചസാര, ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 kg എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടില് ഗ്രോസറീസ് വാങ്ങിക്കുന്ന സമയത്ത് 1 kilogram എന്ന് എഴുതിയത് ഫൈൻഡ് ചെയ്യുക. ഫീൽ ഇറ്റ് വിത്ത് യുവർ ഹാൻഡ് ആൻഡ് ഗസ് വാട്ട് അതർ ഒബ്ജക്ട് മേ ബി 1 kilogram. നിങ്ങൾ അത് കയ്യിൽ എടുത്തു നോക്കുക, ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട്, 1 kilogram എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. അതുപോലെ വേറെയും 1 kilogram വെയിറ്റ് ഉള്ള ഐറ്റംസ് കണ്ടുപിടിക്കുക. വെരിഫൈ ബൈ ചെക്കിംഗ് ഓൺ ദ ലേബൽ ഓഫ് ദ ഒബ്ജക്ട് ഓർ ആസ്കിങ് യുവർ പേരൻസ്. ആദ്യം തന്നെ ലേബൽ നോക്കാതെ സാധനങ്ങൾ എടുത്തിട്ട് മനസ്സിൽ ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. Write names of the object that are 1 kilogram. നിങ്ങൾക്ക് 1 kilogram ആയിട്ടുള്ള കിട്ടിയ സാധനങ്ങളുടെ പേരൊക്കെ ഇവിടെ എഴുതാം. മേ ബി റൈസ്, ഷുഗർ, സോൾട്ട്. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും എഴുതാം. Let us keep a 1 kilogram salt packet or any other readily available packet as our measuring tool. മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ മീറ്റർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ മെഷർ ചെയ്തത്. ഇതിന് മുമ്പ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ 1 ലിറ്റർ ബോട്ടിലാണ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 1 കിലോഗ്രാമിന്റെ സോൾട്ട് പാക്കറ്റ് അല്ലെ ഷുഗർ പാക്കറ്റ് അല്ലെങ്കിൽ എന്താണോ പാക്കറ്റ് വീട്ടിൽ അവൈലബിൾ ഉള്ളത് 1 കിലോഗ്രാമിന്റെ, അതെടുത്തിട്ടാണ് മെഷർ ചെയ്യാൻ പോകുന്നത്.
Can you guess which of these things are likely to be lighter or heavier than 1 kilogram? Put a tick mark in the appropriate box. Objects. ഇത്ര objects തന്നിട്ടുണ്ട്. More than 1 kg. ഇത് more than 1 kg ആണോ? അല്ല. Light weight ആണ് ഒരു പെൻ. പക്ഷേ ഈ desk, of course it is more than 1 kg. Water, 1 ലിറ്റർ വാട്ടർ. മേ ബി ഇറ്റ് ഇസ് ഈക്വൽ ടു 1 kg ആണ്. ഇനി ഇത് 2 ലിറ്റർ വാട്ടർ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് മോർ ദാൻ ആയിരിക്കാം. അപ്പൊ എന്താണ് നോക്കിയിട്ട് എഴുതണം. ലഞ്ച് ബോക്സ് അതൊരു മോർ ദാൻ 1 kg ആയിരിക്കില്ല. ബലൂൺ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത് മോർ ആയിരിക്കില്ല. ഇനി അടുത്തത് പില്ലോ, സംടൈംസ് അത് മോർ ദാൻ 1 kg ആയിരിക്കും. ഒരു പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ എന്തോ ഒരു ബോക്സ് ആണ്, ചിലപ്പോൾ അത് മോർ ദാൻ 1 kg ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി ആയിരിക്കില്ല. ഇത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ഇനി ലെസ് ദാൻ 1 kg, ഓഫ് കോഴ്സ് പെന്ന് ലെസ് ദാൻ 1 kg ആയിരിക്കും. ഈ ഒരു കേസിൽ അത് ബോട്ടിലിന്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. ലഞ്ച് ബോക്സ് ലെസ് ദാൻ 1 kg, ബലൂൺ ഇത് ഒക്കെ ലെസ് ദാൻ 1 kg ആയിരിക്കും. Look at the balance and tick the correct word. Each dal packet weighs a half kilogram or kilogram. ഇവിടെ ഒരു സോൾട്ട് കവർ ഉണ്ട്. സോൾട്ടിന്റെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 1 kg ആണ്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ദാൽ പാക്കറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് സോൾട്ടിന് ഒരു പാക്കറ്റ് ദാൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ 2 പാക്കറ്റ് ദാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിനെ നമ്മൾ സോൾട്ടിനെ ഹാഫ് ആക്കി മുറിച്ചു കഴിഞ്ഞാൽ സി ഒരു പാക്കറ്റ് ഈക്വൽ ടു ഹാഫ്, അടുത്ത പാക്കറ്റ് അടുത്ത ഹാഫ് അല്ലേ? അപ്പൊ ഈച്ച് ദാൽ പാക്കറ്റ് വെയ്സ് എ ഹാഫ് കിലോഗ്രാം. ഇവിടെയും നേരത്തെ ഒക്കെ ചെയ്ത പോലെ ചെയ്യണം. എപ്പോഴും ഒരു ഫുൾ കിട്ടുന്നത് 2 ഹാഫ്. ഇങ്ങനെയാണ് ഹാഫ് എന്ന് എഴുതുക. 1/2 ഹാഫ് പ്ലസ് ഹാഫ്, അതാണ് 1. ഓക്കെ, എപ്പോഴും ഒരു സാധനം രണ്ടായിട്ട് 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗമാണ് ഹാഫ്, അടുത്ത ഭാഗവും ഹാഫ് ആണ്. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഹാഫ് ആണ്, 4 ആയിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താലോ അപ്പൊ ക്വാർട്ടർ ആണല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു പാക്കറ്റ് ഓഫ് സോൾട്ടിന് പകരം 4 പാക്കറ്റ് ഓഫ് ടീ ആണുള്ളത്. അപ്പൊ ഈച്ച് പാക്കറ്റ് വേ a half kilogram, quarter or kilogram? Quarter. Let us explore. Look around your house and identify objects that are about half a kilogram and a quarter of a kilogram. Feel these things with your hands and guess what other things are a half or quarter kilogram. List the objects that are about a quarter kilogram and a half kilogram. Verify with 1 kilogram salt packets. അടുക്കളയിലൊക്കെ പോയി കുറേ വസ്തുക്കൾ എടുത്തു വെക്കുക. ഇനി മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു ടേബിൾ ഉണ്ടാക്കുക. ആദ്യം തന്നെ എടുത്ത എല്ലാ ഒബ്ജക്ട്സിന്റെയും പേര് അവിടെ എഴുതണം. എന്നിട്ട് ഹാഫ് ആണോ അല്ലെങ്കിൽ ക്വാർട്ടർ ആണോ എന്നൊക്കെ ഒരു കോളത്തിൽ എഴുതിയിട്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ എടുക്കുന്ന വസ്തു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത് ക്വാർട്ടർ ആണെങ്കിൽ ക്വാർട്ടറിന് ടിക്ക് ചെയ്യുക. ഇനി കുറച്ചൊക്കെ ഹെവി ആണ്, ഹാഫ് kg ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വെരിഫൈ ചെയ്യണം. എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? ഒരു സാൾട്ട് പാക്കറ്റ് ഒരു സ്ഥലത്തും 4 ആ വസ്തു മറ്റേ സൈഡിലും വെച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാർട്ടർ ആണ്. ഇനി ഒരു സാൾട്ട് പാക്കറ്റിന്റെ മറ്റേ സൈഡില് 2 വേറെ ഏതെങ്കിലും വസ്തു ആണെങ്കിൽ ആ വസ്തുവിൽ ഒരു വസ്തു ഹാഫ് kg ആണ്. Cookie ball. Monu poses a puzzle to his friends. 3 balls look similar in size. One of them is heavier and 2 balls are equal in weight. You have only 3 pan balance and no weights. Using the 3 balls and a pan balance, how can you identify which is heavy ball? അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു ബോള് ഭയങ്കര ഹെവിയാണ്, മറ്റ് 2 ബോള് ഹെവി അല്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇങ്ങനെ ഒരു വെയിങ് ബാലൻസ് ആണ് ഉള്ളത്. ആദ്യം നമുക്ക് 3ഉം കയ്യിലെടുത്ത് നോക്കാം അല്ലെ, ഏതാണ് ഹെവി ഏതാണ് ലൈറ്റ്. അതാണ് ഈസിയർ മെത്തേഡ്. ഇവിടെ തന്നെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ബോൾ നമ്പർ 1 വെക്കാം. ഇവിടെ ബോൾ നമ്പർ 1, ഇവിടെ ബോൾ നമ്പർ 2. ഇനി ഇത് രണ്ടും ഈക്വൽ വെയിറ്റ് ആണെന്ന് കരുതുക. ഇത് രണ്ടും ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ ഈ ബാലൻസ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അല്ലെ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ വെയിറ്റും മറ്റേത് ഹെവി ആയിട്ടുള്ളതുമാണെന്ന് മനസ്സിലായി. ഒറ്റ പ്രാവശ്യം മെഷർ ചെയ്തപ്പോ തന്നെ മനസ്സിലായി.
ഇനി ഇതില് ഒന്ന് ഹെവിയും ഇനി മറ്റേത് നോർമലും ആണ് വെച്ചത്. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്ന് താന്നു പോവും, മറ്റേത് പൊങ്ങിപ്പോവും അല്ലെ? അപ്പൊ ഹെവിയർ ആയിട്ടുള്ള സൈഡ് താന്ന് കിടക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അതാണ് ഹെവിയർ. മറ്റേ രണ്ടും ഈക്വൽ ആണ് നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പൊ ഹൗ മെനി ടൈംസ് വിൽ യു ഹാവ് ടു വേ? ഒറ്റ പ്രാവശ്യം വേ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂസ് ദ ബാലൻസ് ഓൺലി വൺ ടൈം ആൻഡ് ടെൽ വിച്ച് വൺ ഇസ് ഹെവി ബോൾ. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും. There are 3 same sized balls of different weights and colors, red, orange and green. You can use the pan balance for it but cannot use the weights. Red ball, orange ball and green ball. How will you find which one is the heaviest and which one is the lightest? ഇവിടെ നമുക്ക് കുറച്ച് കോമ്പിനേഷനിൽ എടുത്തു കഴിഞ്ഞാലാണ് മനസ്സിലാവുക. നമുക്ക് ആദ്യം തന്നെ ഇത് ഡിഫറെന്റ് കോമ്പിനേഷനിൽ നോക്കാം. ആദ്യം ഈ രണ്ട് ബോളുകൾ ഉപയോഗിക്കാം, റെഡ് ബോളും ഓറഞ്ച് ബോളും. അപ്പൊ ഇത് രണ്ടും മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇതില് ഏതാണ് ഹെവി ഏതാണ് ലൈറ്റ് എന്ന് കിട്ടുമല്ലോ. ഇമാജിൻ റെഡ് ആണ് ഹെവി, ഓറഞ്ച് ആണ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഇനി ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഏറ്റവും ലൈറ്റ് ആയത് ഫസ്റ്റും ഹെവി ആയത് ലാസ്റ്റും അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി റെഡ് ബോൾ ഹെവി ആണ്, ഓറഞ്ച് ബോൾ എന്തായാലും ഈ സൈഡിലേ വരുള്ളൂ. പക്ഷെ ഒരു ബോളും കൂടി ഉണ്ട് ടെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെ കുറച്ച് മാറ്റി വെക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് വെക്കാം. ഗ്രീൻ ബോൾ വെക്കണോ എന്നുള്ളത് നോക്കാൻ. ഇനി ഓറഞ്ച് ബോളും ഗ്രീൻ ബോളും എടുത്ത് നോക്കാം. സോ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഏതൊക്കെയാണ് നോക്കുന്നത്? ഗ്രീൻ ബോൾ ആൻഡ് ഓറഞ്ച് ബോൾ. ഈ സമയത്ത് ഗ്രീൻ ബോൾ ആണ് ഹെവി ആയിട്ട് കിട്ടിയിരിക്കുന്നത്, ഓറഞ്ച് ബോൾ ലൈറ്റ് ആണ്. അപ്പോ ഓറഞ്ച് ബോളിനേക്കാളും ഹെവി ആണ് ഗ്രീൻ. അപ്പൊ ഗ്രീൻ മേ ബി ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. കാരണം എന്താണ്? ഇവിടെ റെഡ് ബോൾ ഉണ്ട്. റെഡിനേക്കാളും ഹെവി ആണെങ്കിൽ ഗ്രീൻ നമ്മൾ അപ്പുറത്താണ് വെക്കുക, റെഡിനേക്കാളും ചെറുതാണെങ്കിൽ ഗ്രീൻ ഇപ്പുറത്താണ് വെക്കുക. അപ്പൊ ഇത് ഡൗട്ട്ഫുള്ളി നമ്മൾ ഇവിടെ വെക്കും. എന്നിട്ടോ നെക്സ്റ്റ് കോമ്പിനേഷൻ എടുക്കും. ഈ പ്രാവശ്യം നമ്മൾ റെഡും ഗ്രീനും കൂടിയാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി റെഡ് ആണ് ഹെവി. ഇതിന്റെ അർത്ഥം ഇത് കറക്റ്റ് ആണ്. പിന്നെ ഗ്രീൻ നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. കൃത്യമായിട്ട് വെയിറ്റ് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെക്കാം. ഇനി നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ റെഡും ഓറഞ്ചും ചെയ്തപ്പോ ഓറഞ്ച് ആണ് ഹെവി എങ്കിലോ, അപ്പൊ നമ്മൾ റെഡിന് പകരം ഇവിടെ ഓറഞ്ച് എഴുതും. അങ്ങനെ 2 പ്രാവശ്യം മെഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓർഡർ കിട്ടും. ഓക്കെ, ഓരോ പ്രാവശ്യവും 2 ബോൾ വീതം എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പൊ പറയുമ്പോൾ ഇത് കൺഫ്യൂസിംഗ് ആയി തോന്നും. പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെ ഓരോന്ന് വീതം എടുത്തതിന് ശേഷം ഇതിൽ ഏതാണ് ഹെവി ഏതാണ് ലൈറ്റ് എന്ന് കണ്ടുപിടിച്ച് അത് കൃത്യമായിട്ട് ഓർഡറിൽ വെക്കണം. നിങ്ങളുടെ ഒളിമ്പ്യാഡിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഒളിമ്പ്യാഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.